ഒരു പാഠമാണ് റബ്ബിനെ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സാധാരണ മനുഷ്യരൊക്കെ തന്നെ മതപരമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ചില കുടുസ്സതകൾ ഉണ്ടാകും, ചില സന്തോഷങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ കൈയൊഴിക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്ന അവസ്ഥയുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എത്രയാണോ പടച്ചവനെ സൂക്ഷിക്കുന്നത് ആ സൂക്ഷ്മതക്കനുസരിച്ച് പരലോകത്ത് വലിയ പ്രതിഫലം എടുത്തു വെച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഐഹിക ജീവിതത്തിൽ, ഭൂമിയിലെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നിങ്ങൾക്ക് സന്തോഷം നൽകും, നിങ്ങൾക്ക് സമാധാനം നൽകും. ഈ ഭൂമിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യും, അല്ലാഹുവിനെ സൂക്ഷിക്കുമ്പോൾ. ഞാൻ ഓതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ള ആളുകളെ, തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ പടച്ചവനെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. പിന്നെയോ വ ആമിനു ബി റസൂലിഹി, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കുകയും വേണം. നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കണം, പടച്ചവൻ്റെ റസൂലിനെ നിങ്ങൾ വിശ്വസിക്കുകയും വേണം. യുഅ്തിക്കും കിഫ്ലൈനി മിൻ റഹ്മതിഹി, എങ്കിൽ ആ റബ്ബ് അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് 2 ഓഹരി നിങ്ങൾക്ക് നൽകും. നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിച്ചാൽ കാരുണ്യത്തിൻ്റെ 1 ഓഹരിയല്ല, ഇരട്ടി 2 ഓഹരി അവൻ നിങ്ങൾക്ക് നൽകും. വയജ്അൽ ലക്കും നൂറ, അവൻ നിങ്ങൾക്കൊരു പ്രകാശമുണ്ടാക്കി തരും. തംശൂന ബിഹി, ആ പ്രകാശം മൂലം നിങ്ങൾക്ക് വഴി നടക്കാൻ പറ്റും. വയഗ്ഫിർ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് കൊടുക്കുന്ന പ്രതിഫലമാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ, ഇതേ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യത്തഖില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ യജ്അൽ ലഹു മഖ്റജ, അവനൊരു പോംവഴി ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ ഞാൻ അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ചിന്തിക്കാത്ത, കണക്ക് കൂട്ടാത്ത വിധത്തിൽ അവന് നാം റിസ്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും, ഉപജീവനം നാം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പടച്ചവനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനാണ്. പടച്ചവനെ സൂക്ഷിക്കുന്നവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് വലിയ പ്രതിഫലം കൊടുക്കും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി എളുപ്പാക്കി കൊടുക്കും, അവിടെ നടക്കാനുള്ള വെളിച്ചമുണ്ടാക്കി കൊടുക്കും. പരലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അവന് വേണ്ടി എടുത്തു വെച്ചു കൊടുക്കും. പക്ഷേ അത് മാത്രമല്ല, ഇഹലോകത്തും അവൻ്റെ പ്രശ്നങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ തഖ്വയുള്ളവനാണെങ്കിൽ അവനൊരു മഖ്റജ് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും, പോംവഴി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ സൂക്ഷിക്കുന്നവർക്ക്, അവനെ സൂക്ഷിക്കുന്നവർക്ക് നൽകുന്ന ഉപദേശമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സൂക്ഷ്മതയിലൂടെ പരിഹരിക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മളങ്ങനല്ല, നമ്മൾ വിചാരിക്കാറ് പടച്ചവന്റെ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ, പടച്ചവന്റെ ഹലാല് ഹറാമുകളൊക്കെ പാലിക്കുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെടുന്നാണ് നമ്മൾ വിചാരിക്കാറ്. നമ്മൾ പല കുടുസ്സതകളിലേക്കും വീണു പോകുന്നാണ് നമ്മൾ വിചാരിക്കാറ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒക്കെ ഹലാലാക്കി കിട്ടണം എന്ന ആഗ്രഹമായിരിക്കും മനസ്സിൽ. മനുഷ്യന്മാരൊരു തേട്ടം, മനുഷ്യന്മാരുടെ ഒരു ആഗ്രഹം ഹലാലാക്കണം. ആളുകൾ കൂടുതൽ ലളിതമായ അഭിപ്രായങ്ങൾ തേടിപ്പോകുന്നു, ഇളവുകൾ തേടിപ്പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? നിങ്ങൾ ഒരു ഇളവും തേടിപ്പോകണ്ട, ലളിതമായ അഭിപ്രായങ്ങൾക്ക് പുറകെ പോകണ്ട. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. പടച്ചോൻ ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടാവും. നിങ്ങൾ കണക്കൂട്ടല്ലേ? നിങ്ങളെ കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ
നിങ്ങൾ പേടിക്കണ്ട, അത് നിങ്ങളുടെ ഇഹലോകത്തെ കണക്ക് കൂട്ടലാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വഴിയൊരുക്കി തരും. പടച്ചോൻ നിങ്ങൾക്ക് പോംവഴി ഉണ്ടാക്കി തരും, നിങ്ങളുടെ ഉപജീവനം വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല പറയും. എല്ലാ രംഗത്തും ഇതാണ്. അള്ളാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കുക, പരമാവധി അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ ദുനിയാവിലും നിങ്ങൾക്ക് സമാധാനം, പരലോകത്തും നിങ്ങൾക്ക് സമാധാനം. ദുനിയാവിലും സന്തോഷം, പരലോകത്തിലും സന്തോഷം. അല്ലാതെ ദുനിയാവിൽ ഇങ്ങനെ കുടുസമായി ഒരു ആനന്ദവുമില്ലാതെ ജീവിക്കുന്ന ഒരു പരിശീലനാണ് മതം നമ്മൾ വിചാരിക്കണ്ട. ശൈത്താനാണ് നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹ് ഹറാമാക്കിയ വഴികളിലൂടെ ലാഭമുണ്ടാക്കുന്ന തന്ത്രം നമ്മുടെ മനസ്സിൽ ഓതിത്തുന്നത് ശൈത്താനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നികൃഷ്ടമാണ്, നീചമാണ് എന്ന് പഠിപ്പിച്ച കാര്യങ്ങളിലാണ് ദുനിയാവിന്റെ അലങ്കാരമുള്ളത്, ആഘോഷമുള്ളത് എന്ന് നമ്മുടെ മനസ്സിൽ മന്ത്രിച്ചു തന്നത് ശൈത്താനാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന് ദുർമന്ത്രണം നടത്തുന്ന ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ശൈത്താന്മാരാണ് നമുക്ക് പടച്ചോ ഹറാമാക്കിയ വഴികളിലാണ് വിജയമുള്ളത് എന്ന് പഠിപ്പിച്ചത്. അതൊക്കെ നോക്കി ഹറാമും ഹലാലും നോക്കി ജീവിച്ചാൽ ഈ കാലത്ത് നടക്കൂലെന്ന് നമ്മളെ ചെവിട്ടിൽ കുറുകി തന്നത്, മന്ത്രിച്ചു തന്നത് ശൈത്താനാണ്. ആ ധാരണയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഒരു ഭാരമാണ് എന്ന ചിന്ത ഉണ്ടാക്കി തുടങ്ങിയത്. ഹറാമും ഹലാലുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പടച്ചവന് വേണ്ടി നമ്മൾ ഒഴിവാക്കിയ എന്ത് കാര്യമാണ്. നമ്മുടെ ഇഷ്ടങ്ങളാകട്ടെ, പടച്ചവനക്ക് വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടാന്ന് വെച്ചു. നിങ്ങൾ ഒന്നൊന്ന് ചിന്തിച്ചു നോക്ക്. പടച്ചവന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ വേണ്ട എന്ന് വെച്ച കാര്യങ്ങൾ നമ്മളെ എന്നാണ് സങ്കടപ്പെടുത്തിയിട്ടുള്ളത്? നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ചോ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്നതിന്റെ പേരിൽ നമ്മൾ ഒഴിവാക്കിയ കാര്യങ്ങൾ നമ്മളെ എന്നാണ് ജീവിതത്തിൽ സങ്കടപ്പെടുത്തിയത്? ഒരെണ്ണം കാണില്ല. ഈമാനോടെ നമുക്ക് ചെയ്യായിരുന്നു, നമുക്ക് അവസരം ഉണ്ടായിരുന്നു. പക്ഷേ പടച്ചവന് ഇഷ്ടമില്ലല്ലോ. ചില ലാഭങ്ങൾ ഉണ്ടായിരുന്നു, വേണ്ട, ആ ലാഭം വേണ്ട, ആ ഗുണം വേണ്ട, ആ സന്തോഷം വേണ്ട എന്ന് വെച്ചിട്ട് ഈമാനോടെ പടച്ചവനെ പേടിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കിയ ഒരു കാര്യവും നമ്മളെ ദുഃഖിപ്പിച്ചിട്ടില്ല. ശരിക്കാലോചിച്ചോ? എന്നാൽ അള്ളാഹു ഹറാമാക്കിയ ആസ്വാദനങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ സങ്കടത്തിലാക്കിയത്. അതും നമ്മൾ ആലോചിച്ചോളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അള്ളാഹ് ഹറാമാക്കിയത് തൊട്ടുകൊണ്ടുള്ള ടെൻഷനാണ്. നമ്മളെ ജീവിതത്തിൽ കടമുണ്ടെങ്കിൽ, നമ്മുടെ വീടും പറമ്പും ജപ്തി ചെയ്യപ്പെടുന്ന വിധത്തിൽ കടത്തിലാണെങ്കിൽ അള്ളാഹ് ഹറാമാക്കി എന്തിലോ തൊട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ജീവിതത്തിൽ കാണുന്നത്. നമ്മുടെ കുടുംബ ജീവിതം സന്തോഷകരമല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ എന്തിലോ കൈവച്ചിട്ടുണ്ട്, എപ്പോഴോ കൈവച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് കുടുംബജീവിതത്തിൽ കാണുന്നത്. നിങ്ങൾ നോക്കിക്കുക, അള്ളാഹ് ഹറാമാക്കിയത്, അള്ളാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയത് തീണ്ടിയവൻ, അത് തൊട്ടവൻ, ആസ്വദിച്ചവൻ, അവനാണ് ദുഃഖിക്കുന്നവർ. അവന് ആ സമയത്ത് സന്തോഷം ഉണ്ടാവും, പക്ഷേ പിന്നീട് അവന്റെ ജീവിതത്തിലെ വലിയ ദുഃഖങ്ങൾ ആ ഹറാമ് തൊട്ടതിൽ നിന്നാണ്, തീണ്ടിയതിൽ നിന്നാണ്, ആസ്വദിച്ചതിൽ നിന്നാണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നോക്കൂ. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാം. എന്നാൽ പടച്ചവന് വേണ്ടിയിട്ട് ഒഴിവാക്കിയ ഒരു കാര്യം, ഒരു ഹറാമ്, ഒരു മോശപ്പെട്ട കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, പടച്ചവനെ പേടിച്ചിട്ട് പടച്ചവൻ പൊരുത്തപ്പെടൂല, അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാവും എന്ന് പേടിച്ചിട്ട് ഇഷ്ടമുള്ള കാര്യം മാറ്റിവെച്ചിട്ട് അത് ഖേദത്തിനിടയാക്കിയിട്ടില്ല. അത് പിന്നീട് നമുക്ക് മനസ്സിലായി എത്ര നന്നായി അത് ചെയ്തത് എന്ന്. അങ്ങനെയാണ് ജീവിതത്തെ അള്ളാഹു കൊണ്ടുപോവുക. നിങ്ങൾ വിചാരിക്കേണ്ടത് ദുനിയാവിൽ ഇവരൊക്കെ ഹറാമും ഹലാലും നോക്കാതെ ജീവിക്കുന്ന ആളുകളൊക്കെ സന്തോഷത്തിലാണെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ പകുതി പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മൾ കാണുന്നത് ബാഹ്യമാണല്ലോ.
ബാഹ്യമായൊരു മനുഷ്യൻ പ്രദർശിപ്പിക്കുന്ന അവന്റെ ഭാവഹാദിയാണ് നമ്മൾ കാണുന്നത്. ഹൃദയത്തിന്റെ ഉള്ളിൽ ഹറാമുകൾ വകവെക്കാതെ ജീവിച്ച മനുഷ്യന്മാര് മുഴുവൻ നീറുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സമാധാനത്തോടെ ഉറക്കാറില്ല. നമുക്ക് പല കാര്യങ്ങൾ ഉണ്ടാവൂല, പല രസങ്ങളുണ്ടാവൂല, പല സുഖങ്ങളുണ്ടാവില്ല, പക്ഷേ സമാധാനത്തോടെ ഉറക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നൽകുന്ന അനുഗ്രഹമാണ് അത്. ഹറാമത്തോടാത്തവന്. അതുകൊണ്ടാ നമുക്ക് 3 കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, 3 രംഗം നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചാൽ മതി. എന്താ? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ലൈംഗിക രംഗത്ത് വിശുദ്ധി ഉണ്ടാവണം, ലൈംഗിക രംഗത്ത് സൂക്ഷ്മത ഉണ്ടാവണം. അത് നിലനിർത്തുന്നവർക്ക് മാത്രമാണ് ദുനിയാവിൽ സമാധാന ജീവിതം ഉണ്ടാവും. ലൈംഗിക രംഗം വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ലൈംഗിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തു, അൻ സഅദ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ, സഅദ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ യൽമൻ ലീ, ആരാണ് എനിക്ക് ജാമ്യം നിൽക്കുന്നത്? റസൂലുള്ള പറയാ, ഗ്യാരണ്ടി തരുന്നത്. ആരാണ് എനിക്ക് ഗ്യാരണ്ടി തരുന്നത്? മൻ യൽമൻ ലീ, എനിക്ക് ആര് ഗ്യാരണ്ടി തരുന്നുവോ? എന്ത് ഗ്യാരണ്ടി? മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി, 2 തുടയെല്ലുകൾക്കും 2 താടിയെല്ലുകൾക്കും ഇടയിലുള്ളതിന്റെ കാര്യത്തിൽ ആരാണ് എനിക്ക് ഗ്യാരണ്ടി തരുന്നത്? അൽമൻ ലഹു അൽ ജന്ന, അൽമൻ ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം ഗ്യാരണ്ടിയാണെന്ന്. റസൂലുള്ളാഹിന്റെ പ്രയോഗം നോക്ക്. 2 തുടയെല്ലുകൾക്കുള്ളത് എന്താ? അവന്റെ പിന്നെ ഗുഹ്യാവയവമാണ്, അവന്റെ ലൈംഗികാവയവമാണ്. ആരാണ് 2 തുടയെല്ലുകൾക്ക് ഇടയിലുള്ള ലൈംഗികാവയവത്തെ ഹറാമിന് ഉപയോഗിക്കില്ല എന്ന് എനിക്ക് ഗ്യാരണ്ടി തരുന്നത്? 2 ആടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെ ഹറാമിന് ഉപയോഗിക്കില്ല എന്ന് ആരാണ് എനിക്ക് ഗ്യാരണ്ടി തരുന്നത്? അൽമൻ ലഹുൽ ജന്ന, സ്വർഗത്തിന് ഞാൻ അവന് ഗ്യാരണ്ടി. ഇത് 2 മതി, ഈ 2 സൂക്ഷ്മത മതി. സ്വർഗത്തിന് ഞാൻ അവന് ഗ്യാരണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലൈംഗിക വിശുദ്ധി ഇല്ലാതെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. ലൈംഗിക വിശുദ്ധി ഇല്ലാതെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. അല്ലാഹു ഹറാമാക്കിയ ബന്ധങ്ങൾ കൊണ്ട് നടക്കുക, ആ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നടക്കുക, ആ ബന്ധങ്ങൾ ആഗ്രഹിക്കുക, ആ ബന്ധങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ഒരാൾക്ക് സമാധാനം കിട്ടൂല. അങ്ങനെ ഒരാൾക്ക് കുടുംബജീവിതത്തിന് സ്വസ്ഥത ഉണ്ടാവൂല. നമ്മളെങ്ങനെ വിചാരിക്കും, എന്താണ് ഭാര്യയുമായിട്ടുള്ള ബന്ധം ശരിയാവാത്തത്, മക്കളുമായിട്ടുള്ള ബന്ധം ശരിയാവാത്തത് എന്താണ്, കുടുംബക്കാരായിട്ടുള്ള ബന്ധം ശരിയാവാത്തത് എന്താണ്? നമ്മുടെ കൽബിൽ എന്താ ഉള്ളത്? അല്ലാഹ് ഹറാമാക്കിയ ഒരു ബന്ധത്തെ ആഗ്രഹിച്ചും മോഹിച്ചും അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? എന്നാൽ നേരെ മറിച്ച് അല്ലാഹ് ഹറാമാക്കിയ ഒരു ബന്ധം അവസാനിപ്പിക്കുക, ബർക്കത്ത് ആരംഭിക്കും. അല്ലാഹ് ഹറാമാക്കിയ ഒരു ബന്ധം നമ്മൾ വേണ്ടെന്ന് വെച്ച് നോക്കൂ. പടച്ചവനെ, നിനക്കിഷ്ടമില്ലാത്ത ആ ബന്ധം നിനക്ക് വേണ്ടി ഞാൻ അവസാനിപ്പിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്കത് ആസ്വദിക്കാനാണ് ഇഷ്ടം, എനിക്കത് അനുഭവിക്കാനാണ് ഇഷ്ടം. പക്ഷേ നിനക്ക് പൊരുത്തമില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ ഒരു ബന്ധം, ഒരു ഹറാമായ ബന്ധം ആര് വിച്ഛേദിച്ച് കളഞ്ഞുവോ അവന്റെ ജീവിതത്തിൽ ഉടനെ സന്തോഷം ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ പരിശോധിച്ചോ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവമാണിത്, ഈമാനിന്റെ അനുഭവം. അല്ലാഹ് ഹറാമാക്കിയത് നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു ആസ്വാദന അതുണ്ടാവൂ, പക്ഷെ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, നിരാശകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതാണ് അല്ലാഹ് ഹറാമാക്കിയത് തൊട്ടാൽ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, ശൈത്താൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ലൈംഗിക വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തേത് എന്താ? നാവിന്റെ വിശുദ്ധി. ഇത് 2 നമ്മൾ സൂക്ഷിച്ചാൽ മതി. നാവിന്റെ വിശുദ്ധി. നാവ് കൊണ്ട് ഫിത്തന ഉണ്ടാക്കൂല എന്ന് മാത്രം തീരുമാനം എടുത്താൽ മതി. നാവ് കൊണ്ട് ഫിത്തന ഉണ്ടാക്കൂല എന്ന് തീരുമാനം എടുക്കുക. നമ്മൾ സംസാരിച്ചതിന്റെ പേരിൽ ഒരാളെ വെറുക്കരുത് തീരുമാനിക്കണം.
നമ്മൾ സംസാരിച്ചു, നമ്മൾ ഇടപെട്ടു, നമ്മുടെ നാവ് ചലിച്ചത് കൊണ്ട് ഒരാൾ മറ്റൊരാളുടെ ശത്രുവായി വെറുത്തു എങ്കിൽ മനസ്സിലാക്കിക്കോ, ആ നാവ് ഫിത്നയുടെ നാവാണ്. നമ്മുടെ നാവ് ചലിച്ചത് കൊണ്ട് മനുഷ്യർക്കിടയിൽ ഭിന്നതയുണ്ടായി, ആളുകളുടെ രഹസ്യങ്ങൾ അത് പരസ്യമാക്കപ്പെട്ടു, ആളുകളുടെ ന്യൂനതകൾ, പോരായ്മകൾ കൈമാറപ്പെട്ടു, കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് നമ്മുടെ നാവ് ചലിപ്പിച്ചു കൊടുത്തു എങ്കിൽ മനസ്സിലാക്കിക്കോ, ഫിത്നയുടെ നാവാണ്. ആ ഫിത്നന്റെ നാവ് ശരിയാക്കാതെ അവൻ നിസ്കാരത്തിന് വന്നുകൊണ്ട് അവൻ ആരെയാണോ തിന്നുകൊണ്ടിരിക്കുന്നത് അവന് വേണ്ടിയാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. തഖ്വ എന്ന് പറഞ്ഞ നമ്മളെ കോൺസെപ്റ്റ് എന്താ? നമുക്കിടയിൽ വരുന്ന ചിന്ത എന്താ? അങ്ങനെ വലിയ ചാടി, വലിയ നീളം കുപ്പായം, വലിയ തലപ്പാവ്, അങ്ങനെ ഭാവഹാദികൾ, അതാണ് നമ്മൾ തഖ്വ എന്ന് കരുതുക. അല്ലെങ്കിൽ 5 നേരത്തെ കൃത്യമായ ജമാഅത്തിന് വന്നിരിക്കുന്നു, അതുപോലെ തന്നെ അള്ളാഹു വാജിബാക്കിയ ആരാധനകൾ, സുന്നത്താക്കിയിട്ടുള്ള ആരാധനകൾ, നാഫിലത്തായിട്ടുള്ള ആരാധനകളെ എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ പിന്തുടരും. കണിശമാണ്. അവന്റെ മുഖങ്ങളിലും കൈകളിലുമൊക്കെ ആരാധനയുടെ അടയാളങ്ങളുണ്ട്. പക്ഷെ അവന്റെ നാവ് ചലിച്ചാൽ മറ്റൊരുത്തന് അപകടം ഉണ്ടാക്കും, ഫിത്ന ഉണ്ടാക്കും. എങ്കിൽ അവന്റെ നിസ്കാരം ആർക്കാ വീതിച്ചു കൊടുക്കുക? അവന്റെ നിസ്കാരം ആർക്കാ വീതിച്ചു കൊടുക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അത്തദുറൂനി മൽ മുഫ്ലിസ് എന്ന് ചോദിച്ചല്ലോ സഹാബികളോട്. പാപ്പരായവൻ ആരാണെന്ന് പറഞ്ഞിരുന്നു ചോദിച്ചല്ലോ സഹാബികളോട്. പാപ്പരായത് എല്ലാം ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയവൻ, കുറെ ഉണ്ടായിട്ട് കളഞ്ഞു കുളിച്ച്, അതല്ല പാപ്പരാവാന്നറിയാം. പാപ്പരെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം ഉള്ളവനാകും, പിന്നെ ഇല്ലാത്തവനാകും. അങ്ങനത്തവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞു, ദിനാറും ദിർഹമൊക്കെ പോയവൻ, കാശ് പോയെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്തറിയോ? അൽ മുഫ്ലിസു. എന്നാൽ മുഫ്ലിസ് എന്നാൽ പിന്നെ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? അവനിങ്ങനെ സക്കാത്തും സ്വലാത്തും സിയാമും ഒക്കെ ആയിട്ട് പരലോകത്ത് വരും. നിസ്കാരം, നോമ്പും സക്കാത്തും ഒക്കെ ആയിട്ട് വരും. അതിന്റെ അമലുകൾ, ആ ചെയ്ത അമലിന്റെ പ്രതിഫലവുമായിട്ട് വരും. പക്ഷേ അവൻ നാവുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തിയവർ, അവൻ കൈകൊണ്ട് ചല്ലിയവർ, അവൻ മ്ലേച്ഛമായി പെരുമാറിയവൻ, അവൻ തട്ടിയെടുത്ത പിന്നെ സ്വത്ത് അപഹരിക്കപ്പെട്ടവൻ, അങ്ങനെ അവനാൽ വേദനിപ്പിക്കപ്പെട്ടവരൊക്കെ വരുന്ന റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അവർക്കൊക്കെ വീതം വെച്ച് കൊടുക്കും. എന്നിട്ടോ ഒന്നുമില്ലാത്തവനായി നരകത്തിലേക്ക് വീഴും. ആരാണ് വീണത്? ഇന്ന് നമ്മളെ പള്ളിയിൽ 5 നേരം ജമാഅത്ത് തെറ്റാതെ വന്നിരുന്ന് തസ്ബീഹ്, ഒരു നിസ്കാരത്തിന് ശേഷമുള്ള തസ്ബീഹ് പോലും നിർത്താതെ വിടാതെ തെറ്റാതെ കൊണ്ടു നടന്ന ആളുകൾ. പക്ഷെ അവന്റെ പണി എന്തായിരുന്നു? അവൻ ആരെങ്കിലോട് സംസാരിച്ചാൽ അപ്പുറത്തുള്ളവനെ അവൻ വെറുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന്റെ ന്യൂനത വെളിവായിട്ടുണ്ടാവും, അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ തെറ്റ് മറ്റവന്റെ ചവിട്ടിയിലെത്തിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവർ തമ്മിൽ ഭിന്നിച്ചിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു പരിക്ക് മറ്റൊരു വ്യക്തിക്ക് അവന്റെ നാവ് മൂലം ഉണ്ടാക്കും. ആലോചിച്ചു, അവനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ? സൂക്ഷ്മതയില്ല, തഖ്വയുള്ളവനല്ല. അവന്റെ ഇരിപ്പ് കണ്ടിട്ട് കാര്യമില്ല, അവന്റെ നീളം കുപ്പായം കണ്ടിട്ട് കാര്യമില്ല. അതൊക്കെ പിന്നെ ഭാവഹാദികളാണ്. ഭാവഹാദികൾ പരമാവധി ഇല്ലാതാക്കണം എന്നാണ്. പുറത്ത് മനുഷ്യനെ കണ്ടാൽ തഖ്വ ഉള്ളവനായിട്ട് തോന്നുന്ന അവസ്ഥ ഉണ്ടാവരുത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്താ? പുറത്തിങ്ങനെ തഖ്വ ഉള്ളവനായിട്ട് ഉണ്ടാവുക, അകത്ത് തഖ്വയുമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷ്മതയുടെ ആദ്യത്തെ ചുവട് എന്ന നിലയ്ക്ക് 2 കാര്യം റസൂലുള്ളാഹി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. മൻ യൽമൻ ലി, എനിക്ക് ആരാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്? മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി, 2 കാലെല്ലുകൾക്കും തുടയെല്ലുകൾക്കും 2 കവിളെല്ലുകൾക്കും ഇടയിലുള്ള 2 അവയവങ്ങളുടെ കാര്യത്തിൽ ആര് ഗ്യാരണ്ടി നിൽക്കുന്നുവോ അൽമൻ ലഹുൽ ജന്ന, അവന് സ്വർഗത്തിന് ഞാൻ ഗ്യാരണ്ടി എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതാണ് തഖ്വന്റെ ഒന്നാമത്തത്. ഇത് ശരിയാവാണ്ട് വേറൊന്നും ശരിയാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഇതാണ് ശരിയാവേണ്ടത്. നമ്മൾ ബാക്കിയൊക്കെയാണ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതൊരു ശരിയാക്കാം. ലൈംഗിക വിശുദ്ധി, നാവിന്റെ വിശുദ്ധി. ലൈംഗിക രംഗത്തെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങളുണ്ടോ, കൂട്ടുകാരുണ്ടോ, സാഹചര്യങ്ങളുണ്ടോ, അത് മുഴുവൻ മുറിച്ചേക്കണം. നാവിന്റെ വിശുദ്ധി കളയുന്ന ആളുകൾ നമ്മോടൊപ്പുണ്ടോ, ആ ബന്ധങ്ങൾ ഒഴിവാക്കിയേക്കണം. അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നേക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പടവുകളായിട്ട് നമ്മളെ പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയുണ്ട്, അടുത്ത ഖുതുബകളിൽ സൂചിപ്പിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല
ലൈംഗിക വിശുദ്ധിയും നാവിൻ്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് പുതിയ ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്. സാധാരണ നമ്മുടെ രാജ്യത്ത്, ലോകത്ത് മുഴുവൻ പുതുവത്സരം ആഘോഷിക്കുക എന്നുള്ളത് ഒരു സാമാന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ന്യൂ ഇയർ ആഘോഷം നടക്കാത്ത രാജ്യങ്ങളില്ല, ദേശങ്ങളില്ല. അങ്ങനെ ജനകീയമായ ഒരു ആഘോഷമായി, ഒരു ഫെസ്റ്റിവലായി, സെലിബ്രേഷനായിട്ടൊക്കെ ന്യൂ ഇയർ ആഘോഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു സെക്യുലർ ആഘോഷമാണ് എന്നുണ്ടെങ്കിൽ, ന്യൂ ഇയർ ഒരു സെക്യുലർ ആഘോഷമാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഹറാമും ഹലാലും ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ സാധ്യമല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സൊസൈറ്റിയിൽ ഈ ആഘോഷം ആരാണ് കൊണ്ടു നടക്കുന്നത്? ഫാസിഖുകളാണോ മാന്യന്മാരാണോ? ലോകം മുഴുവൻ നിങ്ങൾ നോക്കിക്കേ, ഈ ആഘോഷത്തിന്റെ സംഘാടകരാരാണ്? ഫാസിഖുകളാണോ, തെമ്മാടികളായിട്ടുള്ള ആളുകളാണോ, തോന്നിവാസം ചെയ്യുന്ന ആളുകളാണോ, അതല്ല മാന്യന്മാരായിട്ടുള്ള ആളുകളാണോ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകുന്നത്? എവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഇതിൻ്റെ പുറകിലുണ്ടാകുന്നത് തെമ്മാടികളാണ്, തോന്നിവാസികളാണ്. ഒരാഘോഷത്തിനെ നമ്മൾ അതിർവരമ്പ് വെക്കുമ്പോൾ ഒന്നാമത് നോക്കേണ്ടത് ഇത് കൊണ്ടു നടക്കുന്ന ആര്, ഇത് ഏത് ജനതയുടെ ഏർപ്പാടാണ്. ഇപ്പോൾ ഒരു റിപ്പബ്ലിക് ഡേ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണെന്ന് വിചാരിക്കുക, അതിൻ്റെ സംഘാടനം നിർവഹിക്കുന്നത് ആരാണ്? ലോകത്തെല്ലാം നമുക്കറിയാം, അത് മാന്യന്മാരാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെ സംഘാടനം ആരാണെന്ന് ചോദിച്ചാൽ ഒരു 98% അതിന്റെ സംഘാടനം നിർവഹിക്കുന്നത് വാലിമ്യങ്ങളാണ്, മോശപ്പെട്ട ആൾക്കാരാണ്. അതിന്റെ ഫംഗ്ഷനുകൾ, സെലിബ്രേഷനുകൾ, ഫെസ്റ്റിവൽ സ്റ്റൈലുകളെല്ലാം ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള ചേരുവകളോട് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ആ ആഘോഷം അസ്വസ്ഥത പ്രകടിപ്പിക്കപ്പെടും. ഞാൻ ഹറാമോ ഹലാലും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സെക്യുലർ ആഘോഷമാണെങ്കിൽ അതിനോട് സ്വീകരിക്കേണ്ട സമീപനത്തിൽ ഹറാമോ ഹലാലൊക്കെ വേറെ ഫിഖ്ഹിയായിട്ടുള്ള ചർച്ചകളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ആഘോഷം എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്? ഇതിനോടൊരു ചേർന്ന് നിൽക്കാണോ പിന്നെ അകന്നു നിൽക്കാണോ ചെയ്യേണ്ടത്? ഒന്നാമത്തേത് അതിൻ്റെ സംഘാടനവും അത് സംഘടിപ്പിക്കപ്പെടുന്ന പിന്നെ ചേരുവകളും നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഹറാമിൻ്റെ ഗണത്തിലുള്ള ചേരുവകളും അതുപോലെ തന്നെ ഫാസിഖുകളായിട്ടുള്ള ആളുകളുമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിനെ സംബന്ധിച്ച് ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് താബിഈ ആയിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, മനുഷ്യന്റെ ദിവസങ്ങൾ അത് കഴിഞ്ഞു പോവുക എന്നുള്ളത്, ആയുസ് കഴിഞ്ഞു പോവുക എന്നുള്ളത് ഒരു സന്തോഷിക്കാവുന്ന ഘടകമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വീക്ഷണം. അദ്ദേഹം പറയാണ്, യാ ഇബ്ന ആദം, അല്ലയോ ആദമിന്റെ മകനെ, ഇന്നമാ അൻത അയ്യാമുൻ, ആദമിന്റെ പുത്ര മനുഷ്യ എന്നാണ് വിളിച്ചത്. നീ എന്നത് കുറെ ദിനങ്ങളുടെ സമാഹാരമാണ്. നീ എന്നാൽ എന്താണെന്നറിയോ? കുറെ ദിവസം, അതാണ് നീ. കുറെ ദിവസം, അതാണ് നീ. കുല്ലമാ ദഹബ യൗമുൻ, ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ദഹബ ബഅലുക്, നിന്റെ ഓരോ അംശങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ഒരു ദിവസങ്ങളുടെ സമാഹാരമാണ്. മനുഷ്യ, നീ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ സമാഹാരമാണ്, കളക്ഷനാണ്.
ദിവസം പോകുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ഒരു അംശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹം വീണ്ടും പറഞ്ഞു, മാ മിൻ യൗമിൻ യൻശഖു ഫജ്റുഹു ഇല്ലാ വയുനാദി. ഒരു പ്രഭാതവും ഇങ്ങനെ വിളിച്ചു പറയാതെ പുലർന്നിട്ടില്ല. ഒരു പ്രഭാതവും ഇങ്ങനെ വിളിച്ചു പറയാതെ പുലർന്നിട്ടില്ല. യാ ഇബ്നു ആദം, അല്ലയോ ആദമിന്റെ മകനെ, അന ഖൽഖുൻ ജദീദ്. ഓരോ പ്രഭാതം പറയും, ഞാൻ പുതിയ സൃഷ്ടിയാണ് കേട്ടോ, ഞാൻ പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദുൻ, നിന്റെ അമലുകൾക്ക് സാക്ഷിയായിട്ടുള്ള പുതിയ സൃഷ്ടി. ഒരു ദിവസം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ആ ദിവസം പിരിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അമലുകൾക്കൊക്കെ സാക്ഷി പറയുന്ന ഒന്നായിട്ടാണ് ആ ദിവസം അള്ളാന്റെ മുമ്പിൽ ഹാജരാകുക. ഒരു വർഷം പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഒരു വർഷം നമ്മിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു വർഷം സാക്ഷിയായി കഴിഞ്ഞു. 2025 സാക്ഷിയാണ് എൻ്റെ ഹറാമുകളെപ്പറ്റി, എൻ്റെ അമൽ സ്വാലിഹാത്തുകളെപ്പറ്റി. എൻ്റെ ഹറാമുകളെപ്പറ്റി, എൻ്റെ അമൽ സ്വാലിഹാത്തുകളെപ്പറ്റി 2025 റബ്ബിന്റെ അടുത്ത് സാക്ഷിയായി. ന്യൂ ഇയർ ചിന്ത, മുസ്ലിമിന്റെ ന്യൂ ഇയർ ചിന്ത കുറച്ചുകൂടി ആത്മീയമായിട്ട് അടുത്ത് നിൽക്കുന്ന ന്യൂ ഇയർ ചിന്ത. ഈ ന്യൂ ഇയർ ചിന്തയിലൂടെ പോകലാണ് നമുക്ക് ഹൈറ്. ഈ ന്യൂ ഇയർ ചിന്തയിലൂടെ പോകലാണ് ഹൈറ്. ഒരു വർഷം സാക്ഷി നിൽക്കുക. ഞാൻ ആ വർഷത്ത് ചെയ്ത തോന്നിവാസങ്ങൾ, ഹറാമുകൾ, ഫിസ്ഖുകൾ എല്ലാം റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാകുന്ന ഒരു വർഷം പറയും. ആ വർഷത്തിന്റെ ഓരോ നിമിഷവും പറയും, ഓരോ രാവും പറയും, ഓരോ പകലും പറയും, റബ്ബേ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന നേരത്ത് ഇന്ന നാഴികയിലാണ് റബ്ബേ ഇവൻ എന്നെ സാക്ഷിയാക്കി ഇന്ന മഹാപാപം ചെയ്തത് എന്ന് പറയുന്ന ഒരു വർഷം അവിടെ സാക്ഷിയായിട്ട് പോവാം. അതുകൊണ്ട് മുസ്ലിം സെലിബ്രേഷനെ പറ്റിയിട്ട് ആലോചിക്കാതിരിക്കലാണ് നല്ലത്. മുസ്ലിമിനെ സംബന്ധിച്ച് ഇത്തരം ചിന്തയിലേക്ക്, ഹസനുൽ ബസരിയുടെ ചിന്തയിലേക്ക്, അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ഒന്നാമത്തെ സാക്ഷിയായിട്ട് മുസ്ലിം ലോകം എണ്ണുന്ന ഹസനുൽ ബസരിയുടെ ആ വാക്കുകളും ആ താല്പര്യങ്ങളും ഇസ്ലാമിന്റെ ആത്മീയതയുടെ സുവിശേഷപരമായ താല്പര്യം കൂടികൊള്ളുന്ന ആ ചിന്തയിലേക്ക് നമ്മുടെ ന്യൂ ഇയർ ചിന്തകൾ തിരിയാണ് നല്ലത്. അല്ലാതെ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് പോകാതിരിക്കലാണ് വിശ്വാസിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റവും നല്ലത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അവനെ അങ്ങേയറ്റം സൂക്ഷിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മളോട് ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള അവരുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും താല്പര്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. നമ്മോട് ഒപ്പം ജീവിച്ച് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ധാരാളം സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, അധ്യാപകർ തുടങ്ങി നമ്മുടെ വേണ്ടപ്പെട്ട കുറേ ആളുകൾ ഖബറിലാണ്, അന്ത്യവിശ്രമത്തിലാണ്. റബ്ബ് സുബ്ഹാനഹു തആല അവരുടെ ഖബറുകൾ വിശാലമാക്കുമാറാകട്ടെ, പ്രകാശപൂരിതമാക്കുമാറാകട്ടെ, പരിമളതപൂരിതമാക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് ഇരുകൂട്ടർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. പീഡനത്തിനും മർദ്ദനത്തിനും ഇരയാകുന്ന എല്ലാ ജനങ്ങൾക്കും അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ഫലസ്തീന്റെ മണ്ണിൽ ഇന്നും പീഡനങ്ങൾക്ക് വിധേയമാകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. ലോകത്ത് മനുഷ്യരെ പീഡിപ്പിക്കുന്ന എല്ലാ അക്രമികളെയും അല്ലാഹു നിലക്ക് നിർത്തുമാറാകട്ടെ. മനുഷ്യർക്ക്, മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന വിധത്തിൽ അല്ലാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ഇറങ്ങുമാറാകട്ടെ. അവരിൽ നിന്ന് പിന്തിരിഞ്ഞവരെ അല്ലാഹു സമാധാനത്തോടു കൂടി അവർക്ക് ഇടം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.